ഷിബ്ലാ, നോക്കടാ നമ്മുടെ വീഡിയോക്ക് 1 മില്യൺ വ്യൂസ്. 1 മില്യൺ വ്യൂസോ? യെസ്. അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. സാറ് സ്വപ്നമാണോ? ഓ സ്വപ്നമാണോ ഇനി? സാറ് 1 മില്യൺ വ്യൂസ് എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ കാശ് എങ്ങ് വരും. അതെ, ലക്ഷങ്ങൾ വരും, ലക്ഷങ്ങൾ. നമുക്കൊരു സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് വേണം. യെസ്, നമുക്കൊരു എക്സ്റേ മേടിക്കണം, നമുക്കൊരു ലാബ് വേണം, ഒരു CT, ഒരു ലാബ് ടെക്നീഷ്യൻ വേണം, കുറെ നേഴ്സുമാര്, നല്ലൊരു ഡോക്ടർ വേണം. എന്തായാലും നമുക്ക് പൊളിക്കണം, തകർക്കണം. യെസ്, 2 പെൺകുട്ടികൾ. നല്ല കാര്യം. എന്ത് പറ്റി? ഞാൻ എഡീസ്, ഇത് ക്യൂലക്സ്. ഈ പേരുകൾ ഞാൻ എവിടെ? സാറ് സർട്ടിഫിക്കറ്റ് എന്ന ആരെങ്കിലും? അതല്ല നിങ്ങൾ ഈ ഡെങ്കു ഫൈലേറിയൊക്കെ പറ്റുന്ന കൊതുകുകളുടെ പേരല്ലേ? അത് തന്നെ. കൊതുകുകൾ എന്താ ഈ വേഷത്തിൽ? ഇത് സാറിന് സ്വപ്നമല്ലേ, അപ്പൊ ഞങ്ങൾക്ക് ഏത് വേഷത്തിലും വരത്തില്ലേ? സാറേ, സാർ ഒരു കോഴിയാന്ന് കൊതുകൾക്ക് വരെ മനസ്സിലായി. ഞാൻ അന്നേ പറഞ്ഞു ഇത്രയും പെണ്ണുങ്ങൾക്ക് ഒരുമിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കരുതെന്ന്. ഇപ്പൊ കണ്ടില്ലേ, കൊതുകുകൾ പെണ്ണുങ്ങൾ വരെ വന്നേക്കുന്നു. ജിബ്ലാ, നമ്മളിപ്പോഴും സ്വപ്നത്തിലാണോ? പേഷ്യൻസ് ആയിട്ട് കൊതുകുകൾ വന്നേക്കുന്നു. നമ്മുടെ സാധനമൊക്കെ വീണ്ടും 3.2K വ്യൂസ്. കട്ട ഫ്ലോപ്പ്. സാറേ, അങ്ങനെയാണെങ്കിൽ ഈ എപ്പിസോഡ് ഹിറ്റ് അടിക്കും. എന്താ കൊതുകുകളല്ലേ വന്നേക്കുന്നത്, ഹിറ്റ് അടിക്കണ്ടേ? സ്വപ്നത്തിൽ പോലെ എന്നെ വെറുതെ വിടരുത് കേട്ടോ. കട്ടൊക്കെ ചളി അടിച്ചുകൊണ്ടിരുന്നോളാം. കൊതുകുകളെ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഒന്നും പറയണ്ട സാറേ. അയ്യോ, അത് വേറെ. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വല്ലതും വേണോ? അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് കുടുംബാസൂത്രണം വേണം. അയ്യോ, അതൊന്നും പറ്റില്ല. സാറ് കല്യാണമൊക്കെ കഴിച്ചത്. ഇനി അഥവാ സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ സാറിന്റെ വൈഫ് സമ്മതിക്കാൻ തോന്നുന്നില്ല. കേട്ടോ, ഇത് അതൊന്നും അല്ല, ഫാമിലി പ്ലാനിങ്. അത് തന്നെ പറഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കും. എന്ത്? സാറിവിടെ വേറെ ഫാമിലി പ്ലാൻ ചെയ്യാം. ഒന്ന് പോടോ. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ജനപ്പെരുപ്പം കാരണം ഞങ്ങൾ വലഞ്ഞിരിക്കണം സാർ. എന്റെ പൊന്നെ, എനിക്ക് മനുഷ്യന്മാരുടെ ഫാമിലി പ്ലാനിങ് അറിയത്തുള്ളൂ, കൊതുകുകളുടെ ഒന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത്? എന്റെ പൊന്നു സാറേ, ഈ ജനങ്ങളുടെ പ്രോത്സാഹനം മൂലം ഞങ്ങളുടെ പോപ്പുലേഷൻ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുക. പ്രോത്സാഹനോ? അതെന്താ? മഴ, ജോൺസൺ മാഷിന്റെ പാട്ട്, വെള്ളങ്ങൾ കയറി കിടക്കുന്ന എന്നിവ കാണുമ്പോൾ ഞങ്ങൾ കണ്ടോളൂ. എന്നിട്ട് ഞങ്ങളങ്ങ് പെറ്റുവരുക. അല്ല, അതിന് നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത്? എന്റെ പൊന്നും സാറേ, എങ്ങനെ സന്തോഷിക്കാനാ? ആൾക്കാർ കൊടുത്തോറും അതനുസരിച്ച് ഫുഡ് വേണ്ടേ? ഇവിടെയാണെങ്കിൽ ഒറ്റ ഒരെണ്ണത്തിന്റെ ദേഹത്ത് ആവശ്യത്തിന് ബ്ലഡും ഇല്ല. ഓ, അനാമിക, അനീമിയ, ഓ അമീബിയ. സാറതെ പരത്തുന്നു നമ്മുടെ സാധനം. ഇത് കൊതുവല്ലേടോ, പരത്തും. ഒരു ഡാറ്റ ഇല്ല കേട്ടോ, മതി. ഇനി ബ്ലഡ് ഉള്ളവന്മാരുടെ അടുത്തോട്ട് പോയാലോ? ഷുഗർ ഹൈ, കൊളസ്ട്രോൾ ഹൈ, ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞ ദിവസം ഇവളുടെ അമ്മ ഹോസ്പിറ്റലിൽ അറ്റാക്ക് വന്ന് അഡ്മിറ്റാ. ആണോ? വയ്യ, തീരെ വയ്യ. അല്ല, നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാരുടെ ബ്ലഡ് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു? ആ ബെസ്റ്റ്. ഇവരെന്തൊക്കെയാ വലിച്ചു മോചിക്കുന്നത് നമുക്കറിയാവോ? കഴിഞ്ഞ ദിവസം ഒരുത്തന്റെ ബ്ലഡ് കുടിക്കാൻ പോയതാ, 3 ദിവസം തല ഇറങ്ങി കിടന്നത്. ആണോ? വയ്യ, ആർക്കും വയ്യ. ഈ കുട്ടി എന്തിനാ ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നത്? അതെ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഭാമ ടീച്ചറിന് ഡാൻസ് ക്ലാസ്സിന്റെ അതുവഴി പോയി. ആ സമയത്ത് നല്ല ബ്ലഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാമ ടീച്ചറിന് ബ്ലഡ് അങ്ങ് കുടിച്ചു. ആണോ? എന്നിട്ടെന്നാ ഞങ്ങൾക്കാർക്കും നിറം പോരെന്ന് പറഞ്ഞാൽ ഞങ്ങളോടെല്ലാം വഴക്കായി. അത് കഴിഞ്ഞ് ഇവള് സ്വന്തമായിട്ട് കണ്ണാടി പോയി നോക്കി. ആ സമയത്ത് ഇവൾക്കും നിറം പോരാ. എന്നിട്ട് വയ്യ. മനസ്സിലായി. അല്ല, എന്റെ കൊതുവേച്ചി, നമുക്ക് പുറമേ കാണുന്നതിലൊന്നും അല്ല ഈ സൗന്ദര്യം ഇരിക്കുന്നത്. വയ്യ, തനിക്ക് തീരെ വയ്യ. അപ്പൊ ആര് പറഞ്ഞു കൊക്കിന്റെ ബ്ലഡ് കുടിച്ചാൽ നിറം വെക്കുമെന്ന്? അത് കേട്ട് കൊക്കിന്റെ ബ്ലഡ് കുടിക്കാൻ പോയതാ. അത് കഴിഞ്ഞ പിന്നെ ഇങ്ങനെ. ആണോ? വയ്യ. എന്റെ പൊന്നു കുഞ്ഞെ, ഈ വയ്യ എന്നല്ലാണ്ട് എന്തെങ്കിലും ഒന്ന് മാറ്റി പറയാം. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. സാറേ, ഇത് മാറിപ്പോയി. ഇത് കൊക്കിന്റെ ബ്ലഡ് കുടിക്കാൻ വേണ്ടി കൊക്കിന്റെ ബ്ലഡ്. സാർ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് വിഷമിക്കൊന്നും വേണ്ട. ഇത് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിന്റെ ബ്ലഡ് കുടിപ്പിച്ചാൽ മതി. അപ്പോൾ ഈ കോക്ക് എഫക്റ്റ് മാറി കിട്ടും. സാർ, ഇവിടെ ബ്ലഡ് ബാങ്ക് ഉണ്ടോ? ഇത് ചെറിയൊരു ക്ലിനിക്കല്ലേ, ഇവിടെ ബ്ലഡ് ബാങ്ക് ഒന്നുമില്ല. എന്താ സാറ് ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. സാറിന് ഷുഗറോ കൊളസ്ട്രോളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സാറ് നല്ല ഫിറ്റ് അല്ലേ, നല്ലൊരു മനുഷ്യനാണ്, നല്ല ബോഡി, ഒന്നുമില്ല. മദ്യപാനം, മയക്കുമരുന്ന്? എവിടുന്ന്? സാറ് നല്ല പക്കാ ഡീസന്റ് ആണ്. ഇത്ര നല്ലൊരു വ്യക്തിനെ നമുക്ക് ഒരിടത്തും കാണത്തില്ല. എന്നെ ഇത് പുകഴ്ത്തി പറയാതെ. ഹോ, ഞാനങ്ങ് പേടിച്ചു പോയി. ഇന്നത്തെ നമ്മുടെ അന്നം മുടങ്ങുമെന്ന്. മനസ്സിലായില്ല. സാറ് ഞങ്ങൾക്ക് കുറച്ച് ബ്ലഡ് തരേണ്ടി വരും. ബ്ലഡോ? ക്യൂലക്സി, 5 ലിറ്ററിന്റെ പെട്ടി അങ്ങ് എടുത്തു. അതെ, നേഴ്സേട്ടന്റെ കാര്യം ചോദിക്കാൻ മറന്നുപോയി. അയ്യോ, എന്റെ ബ്ലഡ് കൊള്ളൂല. എനിക്കാണ് ഭയങ്കര ഷുഗറാണ്, ഭയങ്കര കൊളസ്ട്രോൾ ആണ്. ഓരോന്നിനും ഞാൻ മുഴുക്കൊടിയാലും മയക്കുമരുന്നിന് അടിമയാണ്. എനിക്കാണ് ഉച്ചക്കത്തെ മയക്കുമരുന്ന് കഴിക്കാൻ സമയമായി. പോട്ടെ. അയ്യോ, എന്താ
എന്താടി സ്വപ്നമായിരുന്നല്ലേ? ഞാൻ വിചാരിച്ചേ അവളുമാർ എന്റെ ബ്ലഡ് എല്ലാം കൂടെ ഊറ്റിക്കൊണ്ട് പോയത്. ആരാ ഏതവന്മാര് അത് പോട്ടെ. ഒന്നുമില്ല. ഇത് കണ്ടോ ഇത് നോക്ക്. അടുത്ത കോളം കുട്ടിയുടെ സ്റ്റെപ്സുകൾ അടവുകളുടെ ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരെ ഇതുപോലെ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് ആലോചിക്കുമ്പോഴേ ഇതുപോലെ ആരെങ്കിലും എന്റെ മുന്നിൽ വന്നെ ഉണ്ടല്ലോ, ഞാൻ അടിച്ച് കവടി ഞാൻ പൊട്ടിക്കും. പിന്നെ ഇപ്പൊ പൊട്ടിക്കും. എടോ തനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ, എനിക്ക് ഇമാതിരി സാധനം കാണുമ്പോഴല്ലോ ഇങ്ങനെ അടിമുടി പെരുത്ത് കയറി വരും. പെരുത്ത് സാർ, ഞാൻ കുറെ നാളായി സാറിനെ കാണുമെന്ന് ആഗ്രഹിക്കുന്നു. സാറിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് സാർ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. വഴിയില്ല. നമ്മളിപ്പോഴും സ്വപ്നത്തിൽ തന്നെയാണോ? സ്വപ്നം ഇവിടെ നമ്മുടെ വീഡിയോക്ക് എത്ര വ്യൂസ് ആയി നോക്കി എന്തിനാ നോക്ക്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് 3.2K. അപ്പൊ റിയാലിറ്റിയാ പറഞ്ഞോളൂ. സാർ, എൻ്റെ വീട്ടിൽ ഭയങ്കര കൊതുക് ശല്യമാണ് സാർ. ഭയങ്കര കൊതുക് ശല്യം. നിങ്ങൾ കൊതുകിനെ നിവാരണം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. കൊതുകിനെ നിവാരണം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സാർ. നെറ്റില്ലേ വീട്ടിൽ? നെറ്റ് ഉണ്ട് സാർ, പക്ഷെ സ്പീഡ് കുറവാണ് സാർ. ആ നെറ്റല്ല, കൊതുക് വല. കൊതുക് വലയൊന്നുമില്ല സാർ. പക്ഷെ ഞാൻ കൊതുകിനെ നിവാരണം ചെയ്യാൻ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട് സാർ. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഗപ്പീനെ വളർത്തിയ കൊതുകിനെ നിവാരണം ചെയ്യാൻ. വെരി ഗുഡ്. അങ്ങനെ തന്നെയാണ്. താങ്ക് യു സാർ. സാർ, ഞാൻ കൊതുകുള്ള എല്ലാ മുറിയിലും ഗപ്പീനെ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് സാർ. കുപ്പിയിൽ ഗപ്പി. വെരി ഗുഡ്. സാർ, പിന്നെ വേറെ ആരോടും പറയരുത് സാർ. ക്ലോസറ്റിൽ അപ്പിയിടുന്നിടത്ത് വരെ ഞാൻ ഗപ്പീനെ വളർത്തുന്നുണ്ട് സാർ. കുപ്പിയിൽ ഗപ്പി. സാർ, പക്ഷേ ഈ ഗപ്പികളൊന്നും കൊതുകിനെ ചാടി പിടിക്കുന്നില്ല സാർ. ചാടി പിടിക്കാൻ ഈ ഗപ്പിമാരെ ഭയങ്കര മടിയന്മാരാണല്ലോ. നിങ്ങൾ കുറച്ച് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുക, അവർ ചാടി പിടിക്കും. കൊടുക്കാം സാർ തീർച്ചയായും. മണ്ടത്തരം പറയാമോ? ഗപ്പികളൊന്നും ചാടി കൊതുകിനെ ഒന്നും പിടിക്കത്തില്ല. ആണോ സാർ? ഈ ഗപ്പികളെ വളർത്തുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇത് വെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് അത് ലാർവയാകും. ആ ലാർവയെ തിന്നാൻ വേണ്ടി അല്ലെ ലാർവയെ കൊല്ലാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളത്തിൽ ഗപ്പിയായിട്ട് വളർത്തുന്നത്. അല്ലാണ്ട് ഗപ്പി ചാടി കൊതുകിനെ ഒന്നും പിടിക്കത്തില്ല. മനസ്സിലായല്ലോ? ഓക്കെ സാർ. പിന്നെ മഴക്കാലമാണ് വരാൻ പോകുന്നത്. എല്ലാ ആഴ്ചയിലും ഡ്രൈ ഡേ ആചരിക്കണം. ഞാൻ വെള്ളം അടിക്കാറില്ല സാർ. വെള്ളം അടിക്കുന്ന കാര്യമല്ല. ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ മഴ പെയ്യുമ്പോൾ ഇതുപോലെ കുപ്പികളിലും പാട്ടകളിലും ഡബ്ബകളിലും ഒക്കെ വെള്ളം കെട്ടിക്കിടന്നിട്ട് കൊതുക് അതിനകത്ത് മുട്ടയിട്ട് പെരുകും. അങ്ങനെ വരുമ്പോൾ ഡെങ്കു പോലുള്ള മാരകമായ അസുഖങ്ങൾ അതിനകത്ത് പടരും. അതിനെ ആഴ്ചയിലൊരിക്കൽ കമഴ്ത്തി കളഞ്ഞുകൊണ്ട് കൊതുകിനെ നിവാരണം ചെയ്യണം. അതാണ് ഡ്രൈ ഡേ. ഡ്രൈ ഡേ ആചരിക്കണം. ശരിക്കും സാറേ, ആദ്യമായിട്ടാണ് കൊതുക് നിയന്ത്രണത്തിനെ പറ്റി അറിയാൻ വേണ്ടി ഒരാളിങ്ങനെ പൊതുജനങ്ങളെല്ലാം ഇതുപോലെ തന്നെ ബോധവാന്മാരായിരിക്കണം. അവരെല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കണം. യെസ്. അല്ല, നിങ്ങളിങ്ങനെ ഒന്ന് ചോദിക്കാൻ നിങ്ങളുടെ വീടിനടുത്തെങ്കിലും ആർക്കെങ്കിലും ഡെങ്കു പനിയോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല സാർ, ഞങ്ങളുടെ പഞ്ചായത്തിലെ ഡെങ്കു ഇല്ല സാർ. മലേറിയ ചിലപ്പോൾ കാണും. മലയുള്ള ഏരിയ ഒന്നുമല്ല സാർ, ഭയങ്കര നിരപ്പായ സ്ഥലങ്ങളാണ് സാർ. അപ്പൊ എന്നാ HIV ആണ് സാറേ? HIV ഒന്നും കൊതു പിടിച്ചോ പരത്തൊന്നുമില്ല. ഈച്ച വഴി. പിന്നെ പറഞ്ഞുതരാം, മിണ്ടായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഒന്ന് ചോദിക്കുന്നത്? പറഞ്ഞോളൂ. ഡോക്ടറിനോട് സത്യം പറയണല്ലോ. പറയണം. ഞാനൊരു ഇച്ചിരി ഹൈ ക്ലാസ് പീപ്പിൾ ആണല്ലോ സാർ. സാർ, എൻ്റെ വീടിന്റെ അടുത്ത് കുറച്ച് ലോ ക്ലാസ് പീപ്പിൾ ഉണ്ട്. അപ്പൊ അവര് കുത്തിയ കൊതുക് എന്നെ വന്ന് കുത്തിയിട്ട് എന്റെ ബ്ലഡുമായിട്ട് മിക്സ് ആയിട്ട് ബ്ലഡിന്റെ ക്വാളിറ്റി കുറയുന്നുണ്ടെന്നൊരു സംശയം. വംശശുദ്ധി മോശം വരുന്നല്ലോ, കൈമോശം വരുന്നല്ലോ സാർ. അതുകൊണ്ടാണ് സാർ. താങ്കൾ ഈ ലോ ക്ലാസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ? സാർ, ഈ താഴ്ന്ന എന്തിനാണ് സാർ എന്നെ അടിച്ചത്? ഞങ്ങൾ കുറച്ച് ലോ ക്ലാസ് ആണേ. അപ്പൊ ഞങ്ങളെ കുത്തി ഒരു കൊതുക് താങ്കളുടെ കവിളത്ത് വന്നിട്ട് കുത്തുന്നുണ്ടായി. കുത്തിയില്ല സാർ. ഇല്ല, ഞാൻ കൊന്നു. ഇപ്പുറത്തെ അപ്പൊ പിന്നെ ചേട്ടൻ ഇവിടെ കിടന്ന് അടി മേടിക്കാൻ അല്ല കൊതുകടി മേടിക്കാണ്ടേ ഞാൻ ചെന്നാട്ടെ. വീഡിയോ പോലെ ആയല്ലോ. അതെ. ലോ ക്ലാസ് പീപ്പിൾ ആണെങ്കിലും വകതിരുള്ളവരാ.